ടയർ കമ്പനികളുടെ ആസ്ഥാനത്തേക്ക് സംയുക്ത കർഷക സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. കോട്ടയം MRF, കളമശ്ശേരി അപ്പോളോ ടയേഴ്സ് എന്നീ ഫാക്ടറികളിലേക്കാണ് കർഷകർ മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത്. വിലത്തകർച്ച മൂലം റബ്ബർ കർഷകർ നട്ടം തിരിയുമ്പോൾ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ പറഞ്ഞു. സനോജ് സുരേന്ദ്രൻ ഇപ്പോൾ കോട്ടയത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സനോജ്, വലിയൊരു കർഷക പിന്തുണ ഈ മാർച്ചിലുടനീളം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ രാജ്യതലത്തിൽ എന്തൊക്കെയാണ് എന്നുള്ളതിന് ഒപ്പം തന്നെ കർഷകർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഈ മാർച്ചിലുടനീളം പറഞ്ഞുവെച്ചു. കോമ്പറ്റീഷൻ ഇനത്തിൽ 1788 കോടി രൂപയാണ് വൻകിട ടയർ കമ്പനികൾക്ക് പിഴ ചുമത്തിയിട്ടുള്ളത്. ഈ പിഴത്തുക റബ്ബർ കർഷകർക്ക് വിതരണം ചെയ്യണമെന്നുള്ളതാണ് ഈ മാർച്ചിലൂടെ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം. മറ്റൊരു ആവശ്യം 300 രൂപ തറനില പ്രഖ്യാപിച്ച് റബ്ബർ കർഷകരെ സംരക്ഷിക്കുന്ന ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ആവശ്യമായി കർഷകർ ഉന്നയിക്കുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വൻകിട ടയർ കമ്പനികളുടെ ആസ്ഥാനത്തേക്ക് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ഒരു വ്യത്യസ്തമായ സമരരീതി സംഘടിപ്പിക്കപ്പെടുന്നത് എന്നതാണ് ഈ സമരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. MRFന്റെ കോട്ടയം വടവാതൂരിലുള്ള ആസ്ഥാനത്തേക്കും അപ്പോളോ ടയേഴ്സിന്റെ കളമശ്ശേരിയിലുള്ള ഫാക്ടറിയിലേക്കുമാണ് ഒരേ സമയം 2 മാർച്ചുകൾ സംഘടിപ്പിക്കപ്പെട്ടത്. കോട്ടയത്ത് നടന്ന മാർച്ച് കിസാൻ സഭയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. റബ്ബർ കാർഷിക മേഖലയിൽ വിലത്തകർച്ച മൂലം കർഷകർ നട്ടം തിരിയുമ്പോൾ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിജു കൃഷ്ണൻ വ്യക്തമാക്കി. ഒപ്പം തന്നെ സത്യൻ ബൊഗേരിയാണ് കളമശ്ശേരി അപ്പോളോ ടയേഴ്സിന്റെ ആസ്ഥാനത്തേക്ക് നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. T. കൃഷ്ണപ്രസാദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സമരത്തിന് നേതൃത്വം നൽകി. ഇരു സ്ഥലങ്ങളിലുമായി നടന്ന സമരങ്ങളിൽ ആയിരക്കണക്കിന് റബ്ബർ കർഷകരാണ് സമരത്തിൽ പങ്കാളികളായിട്ടുള്ളത്. വിവിധ കർഷക സംഘടനകളെ പ്രതിനിധീകരിച്ച് വിവിധ നേതാക്കന്മാരും സമരത്തിൽ അണിനിരന്നു. കാവ്യ. ശരി, സനോജ് സുരേന്ദ്രനാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.